സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് മുന്നേറുമ്പോൾ ഒപ്പം കുതിക്കുകയാണ് സ്വർണ്ണപ്പണയ വായ്പാ ഡിമാൻഡും. സ്വർണം പണയം വച്ചാൽ കൂടുതൽ തുക വായ്പയായി നേടാമെന്നതാണ് ഇതിന് കാരണം. എന്നാൽ ഈടുവയ്ക്കുന്ന സ്വർണത്തിന് നൽകുന്ന മൂല്യത്തിൽ കരുതലോടെ നീങ്ങാൻ ഒരുങ്ങുകയാണ് ബാങ്കുകൾ. അതായത് ഉപഭോക്താവ് പ്രതീക്ഷിച്ചത്ര തുക ഇനി വായ്പയായി നേടാൻ പ്രയാസമായിരിക്കും. നിലവിൽ സ്വർണം ഈടുവയ്ക്കുമ്പോൾ അതിന്റെ വിപണി വിലയുടെ 70 മുതൽ 75% വരെ തുകയാണ് ലോൺ ടു വാല്യൂ അഥവാ LTV പ്രകാരം ബാങ്കുകൾ വായ്പയായി അനുവദിക്കുന്നത്. ഇപ്പോൾ പല ബാങ്കുകളും ഇത് 60 മുതൽ 65% താഴ്ത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ വിപണിയിൽ 1 ലക്ഷം രൂപ വിലയുള്ള സ്വർണ്ണാഭരണം പണയം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 75,000 രൂപ വരെ ലഭിക്കുമെങ്കിൽ ഇനിയത് 60,000 മുതൽ 65,000 രൂപ വരെയായി കുറയും. സ്വർണ്ണപ്പണയ വായ്പകളെ സംബന്ധിച്ച് റിസർവ് ബാങ്കിനുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ബാങ്കുകളും ചട്ടം കടുപ്പിക്കുന്നത്. ഇടപാടുകാരൻ ഈടുവച്ച സ്വർണത്തിന് വില പിന്നീട് 10 മുതൽ 15% വരെ ഇടിഞ്ഞാൽ വായ്പാ തുകയേക്കാളും കുറവായിരിക്കാം ചിലപ്പോൾ അതിന്റെ മൂല്യം. ഇത് ബാങ്കുകൾക്ക് തിരിച്ചടിയാകും. ഇടപാടുകാരൻ തിരിച്ചടവ് മുടക്കിയാൽ ഈട് സ്വർണം ലേലം ചെയ്താലും ബാങ്കുകൾക്ക് വായ്പാ തുക തിരിച്ചുപിടിക്കാനാവില്ല. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് LTV കുറയ്ക്കാനുള്ള നീക്കം. രാജ്യാന്തര തലത്തിൽ സമ്പദ്രംഗത്ത് അനിശ്ചിതത്വങ്ങളും അസ്ഥിരതയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബാങ്കുകളോടും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളോടും ജാഗ്രത പാലിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചത്. സ്വർണ്ണ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുന്ന സ്ഥിതിയുണ്ടാവുകയും സ്വർണ്ണവില ഇടിയുകയും ചെയ്താൽ ബാങ്കുകളിൽ അത് കിട്ടാക്കട നിരക്ക് ഉയരാനും വഴിവെക്കും. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.